അള്ളാഹുവിന്റെ പ്രവാചകൻ അതവർക്ക് എല്ലാത്തിനേക്കാളും വലുതായിരുന്നു. ഹബീബ് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. റസൂലിനെ അതിന് പകരം വെക്കാൻ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ജീവിതത്തിൽ. പ്രവാചകൻ കഴിഞ്ഞിട്ട് അവർക്ക് എന്തുള്ളൂ. അതാരാണെങ്കിലും ഏറ്റവും താഴെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പോലും, താഴെ നിൽക്കുന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, ഏറ്റവും അവസാനം ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പോലും, ആദ്യത്തിൽ പ്രവാചകനോടൊപ്പം അണിനിരന്നവർ പോലും പ്രവാചകനെ അവരുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുക്കായിരുന്നു. പ്രവാചകൻ അവരിങ്ങനെ സ്വാംശീകരിച്ച് തങ്ങളുടെ ജീവിതത്തിലേക്ക് അലിയിച്ച് ചേർക്കായിരുന്നു. അതാണ് അവരുടെ ഹുബ്ബുർ റസൂൽ. ആ ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്നുള്ള ലാഭേച്ഛയല്ല, പ്രവാചകന്റെ ശരീരത്തിലെ മുടിയോ രോമമോ ശേഖരിച്ചു വെച്ച് അതിൽ നിന്നുള്ള ബർക്കത്തെടുക്കലല്ല, മറിച്ച് അള്ളാന്റെ റസൂൽ കാണിച്ചു തന്നൊരു വഴി, ഒരു ജീവിത രീതി, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ മാത്സര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, പ്രവാചകന്റെ വാക്കും പ്രവർത്തനവും അതിൽ ജാഗരൂകരായി അതിൽ നിന്ന് എനിക്കെന്ത്, ഞാനെന്ത് അതിൽ നിന്ന് പകർത്തും, ഇതായിരുന്നു അവരുടെ ഒരു താല്പര്യം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഈ ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. റസൂൽ മരണപ്പെട്ട ദിവസം അന്ന് മദീന മുഴുവൻ ശോകം തളം കെട്ടിക്കിടക്കായിരുന്നു. ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, പരസ്പരം സംസാരിക്കുന്നില്ല. ആ മദീനയൊന്നും നമ്മൾ സങ്കല്പിക്കേണ്ടതാണ്. പ്രവാചകന്റെ അനുചരന്മാർ മുഴുവൻ ആ ദുഃഖം ഉൾക്കൊള്ളാൻ കഴിയാതെ പൊട്ടി വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉറയിലിട്ട വാളൂരി അത് തന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു പറയാ, ആരാണ് മുഹമ്മദ് മരിച്ചു എന്ന് പറഞ്ഞത്, തല ഞാൻ അറുക്കും. ഒരു മുനാഫിക്കല്ലാതെ അത് പറയില്ല. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്ത് വാങ്ങാൻ 40 ദിവസം തൂരിസീന പർവ്വതത്തിലേക്ക് പോയതുപോലെ അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് അല്പം മാറി നിൽക്കാണ്, തിരിച്ചു വരും എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല റസൂലിന്റെ വിയോഗം എന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പൊ അവിടെ ഉണ്ടായിരുന്നില്ല. റസൂൽ മരണപ്പെടുമ്പോ അദ്ദേഹം പുറത്തു പോയതായിരുന്നു. റസൂലിന്റെ മരണവിവരം അറിഞ്ഞു ഓടി വരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിലൂടെയാണ് തന്റെ മകൾ ആയിഷയുടെ വീട്ടിലേക്ക് കടക്കുന്നത്. പള്ളിയിൽ മുഴുവൻ ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. ഉമർ ഒരു ഭാഗത്ത് നിന്നിങ്ങനെ ആക്രോശിക്കുകയാണ്. പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ കഴിയാതെ വാവിട്ട് കരിയുന്ന ആളുകളും പ്രയാസപ്പെടുന്നവരുമാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അവർക്കിടയിലൂടെ ഇങ്ങനെ നടന്ന് നേരെ തന്റെ മകളെ വീട്ടിലേക്ക് ചെന്നു. റസൂലിന്റെ മയ്യത്ത് അവിടെ ഉണ്ട്. അദ്ദേഹം ഒരു അല്പനേരം പ്രവാചകന്റെ നെഞ്ചത്ത് തല വെച്ച് അങ്ങനെ കിടന്നു. എന്നിട്ട് അദ്ദേഹം തല ഉയർത്തി പ്രവാചകന്റെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. എന്നിട്ട് അദ്ദേഹം ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങണം. പ്രവാചകന്റെ വിയോഗം ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നബിയെ അങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ട് നടന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മയ്യത്തിൻ്റെ അടുക്കുന്ന് അദ്ദേഹം ആ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് അദ്ദേഹം നടത്തുന്നൊരു സംസാരമുണ്ട്. ശരിക്ക് ചരിത്രത്തിൽ വളരെ അപൂർവമായ ചില സംസാരങ്ങൾ, അതുണ്ടാക്കുന്ന ചില സ്വാധീനം വളരെ വലുതായിരിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന ആളാണ്. മെലിഞ്ഞ് വെളുത്ത് ഇവിടെ കുറച്ച് താടി രോമമുള്ള ഒരാൾ, അങ്ങനെയാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ കാണുന്നത്. പതിഞ്ഞ ശബ്ദത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം. അങ്ങനെ വലിയ ഒരു ഓഡിയൻസിലേക്കൊന്നും എത്തൂല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദ. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഉക്കാല ചന്തയിലെ പ്രസംഗ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്, പ്രഭാഷകനാണ്. ഒരറിയപ്പെടുന്ന ഗുസ്തിക്കാരനുമാണ്, പ്രഭാഷകനുമാണ് ജാഹിലിയ കാലഘട്ടത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒച്ച ഒരാൾ പറയണ്ട, അങ്ങോട്ട് കേൾക്കാം, അത്രയാണ്. അപ്പം അദ്ദേഹമാണ് ഒരിടത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, റസൂൽ മരിച്ചു എന്നാരാ പറഞ്ഞേ, അവൻ്റെ തലയാൻ അറക്കും, മുനാഫിക്കെ അങ്ങനെ പറയുള്ളൂ എന്ന് പറയുന്നിടത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നടന്ന് അവിടേക്ക് വന്നു. അവിടെ വന്ന്
അദ്ദേഹം അവിടെ നിന്ന് പറയുന്ന ഒരു സംസാരം, നിങ്ങളിൽ ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ മുഹമ്മദ് ഇതാ മരണപ്പെട്ടിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ അള്ളാഹു ഹയ്യുൻ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനുമാണ്. വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റാണത്. ഇസ്ലാമിന്റെ മുഴുവൻ അതിലുണ്ട്. നിങ്ങൾ റസൂലിനെയാണ് ആരാധിച്ചിരുന്നെങ്കിൽ ഇതാ റസൂൽ ഇവിടെ മരിച്ചിട്ടുണ്ട്, കഴിഞ്ഞു. എന്നാൽ അള്ളാനെയാണ് നിങ്ങളൊക്കെ ആരാധിച്ചതെങ്കിൽ അള്ളാഹു മരണപ്പെടാതെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം അതിനെ നിങ്ങളൊന്ന് നിയന്ത്രിക്കണം എന്നാണ് പറഞ്ഞത്. റസൂലിന്റെ വിയോഗത്തിൽ വേദന ഉണ്ട്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ആയത്തോതാണ്, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബലിഹി റുസുൽ അഫ ഇൻ മാത ഔ ഖുതില അവിൻ ഖലബതും ഇലാ അഖാബിക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് വന്ന പ്രവാചകന്മാരെ പോലെ ഒരു പ്രവാചകനാണ്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ അവിൻ ഖലബതും ഇലാ അഖാബിക്കും, നിങ്ങൾ നിങ്ങളുടെ കാലുകളിലേക്ക് തന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയാണോ, നിങ്ങൾ പിന്നോട്ട് പോകാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഈ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതുമ്പോൾ ഉമറിന്റെ കയ്യിൽ നിന്ന് വാളിങ്ങനെ വീകാണ് താഴേക്ക്. ഉമർ പറയാ, ഈ ആയത്ത് ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. ഈ ആയത്ത് ഉഹദ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. കുറെ ആളുകൾ യുദ്ധക്കളത്ത് നിന്ന് ഓടുന്ന ഒരു സമയത്താണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്ത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വീണ്ടും ഓതിയപ്പോ ഈ ആയത്ത് ഇങ്ങനെയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇസ്ലാമിനെ അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ വഹയും ആ വഹയിനെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിൽ നിന്ന് അധിഷ്ഠിതമായ ഒരു സമൂഹം. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയും വഴി തെറ്റൂല, അവർക്ക് മാർഗഭ്രംശം സംഭവിക്കൂല, വഴിയറിയാതെ പോകുന്ന ഒരു സ്ഥിതി അവർക്കില്ല. ക്ലിയർ ആണ് അവരുടെ ഈമാൻ. അള്ളാഹു ആരാണ്, റസൂൽ ആരാണ്, അള്ളാഹു എവിടെ നിൽക്കണം, റസൂൽ എവിടെ നിൽക്കണം, അതവർക്കറിയാം. അതുകൊണ്ടാണ് ആ ഒരു വിയോഗത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്. അപ്പം ഉണ്ടായ ഒരു ദുഃഖം, അതിനെ അവരൊക്കെ മറികടന്നു, അതിൽ നിന്ന് പുറത്തു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കാണിച്ച അദ്ദേഹത്തിന്റെ വഹീനോടുള്ള ഒരു വഹീ, ഖുർആൻ പറയുന്ന ഒരു സംഗതി, അത് യാഥാർത്ഥ്യമാണ്, അതിലൊരു തെറ്റും വരൂല എന്ന അദ്ദേഹത്തിന്റെ ഒരു നിലപാട് അവിടെ അംഗീകരിക്കപ്പെടുകയാണ്. അത് ചരിത്രത്തിൽ പലപ്പോഴും കാണട്ടോ.